കഥയെ ആരംഭിക്കുന്നത് ഒരു പാർക്കിംഗ് ലോട്ടിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിൽ നിന്നുമാണ്. എല്ലാം സാധാരണ പോലെ അന്നത്തെ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തോന്നലായിരിക്കുമോ അത് എന്ന് ചിന്തിച്ച് അത് പരിശോധിക്കാനായി താൻ കണ്ട കാഴ്ചയുടെ അടുത്തേക്ക് അയാൾ നടന്നു ചെന്നു. പെട്ടെന്നാണ് എഴുന്നേറ്റ് വന്ന ഒരു മൃതശരീരം അയാളെ ആക്രമിക്കുന്നത്. ആ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മാസ്റ്റർ ചോ, ഗ്രാൻഡ്പാ ചുങ് എന്നീ രണ്ടുപേർ അങ്ങോട്ടേക്കെത്തി. അവർ ക്ലീനർമാരാണ്. പരിക്കേറ്റ ഗാർഡിനെ പരിശോധിച്ച അവർക്ക് അതൊരു വാമ്പയർ ആക്രമിച്ചതാണ് എന്ന കാര്യം മനസ്സിലായി. അവരെന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പേ വീണ്ടും ആ വാമ്പയർ എഴുന്നേറ്റ് അവരിരുവരെയും ആക്രമിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നു. മാസ്റ്റർ ചോ പെട്ടെന്ന് ഒഴിഞ്ഞുമാറി ഒരു മാന്ത്രികവാൾ പുറത്തെടുത്ത് ആ പ്രേത ശരീരത്തിൽ കുത്തിയിറക്കി. ഉടൻ തന്നെ അത് അവിടെ വെച്ച് കത്തിത്തീർന്നില്ലാതായി. ആ നിമിഷമാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അങ്ങോട്ടേക്കെത്തിയ ക്ലീനർമാരെന്ന് പറഞ്ഞ ആ രണ്ടുപേരും സാധാരണ ക്ലീനർമാരല്ല. അവർ യഥാർത്ഥത്തിൽ വാമ്പയർ ക്ലീനപ്പ് ഡിപ്പാർട്ട്മെന്റ് അഥവാ VCD എന്ന സംഘടനയിലെ അംഗങ്ങളാണ്. വാമ്പയർ വേട്ടക്കാർ. കഥ അവിടെ നിന്നും ടിം എന്ന യുവാവിലേക്ക് തിരിയുന്നു. ടിം ഒരു തൂപ്പുകാരനായാണ് ജോലി നോക്കുന്നത്. മാതാപിതാക്കളില്ലാത്ത അവനെ വളർത്തിയത് അവന്റെ മുത്തശ്ശിയായിരുന്നു. അവർക്കവനോട് വലിയ സ്നേഹമാണ്. എന്നാലും എപ്പോഴും ഒരു പെണ്ണിനെ കണ്ടെത്തറ, ഒരു കാമുകിയെ കണ്ടെത്തറ എന്ന് പറഞ്ഞ് അവരവനെ ശല്യപ്പെടുത്താറുണ്ട്. ഒരു രാത്രിയിൽ വളരെ യാദൃച്ഛികമായി സഞ്ചരിക്കുകയായിരുന്ന ടിം ഒരു ചെറിയ പെൺകുട്ടി കരയുന്നത് കണ്ടു. അവളുടെ മുത്തച്ഛനെ ഒരു വാമ്പയർ ആക്രമിച്ചിരുന്നു. ആ പെൺകുട്ടി വല്ലാതെ ഭയന്നിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ടിം അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. പക്ഷേ ഇതിനിടയിൽ അവൻ തെന്നി വീണു. വാമ്പയറിന്റെ ശ്രദ്ധയിൽ ടിം പെട്ടു. ടിമ്മിനെ ആക്രമിക്കാൻ വാമ്പയർ ഓടി വന്നു. പക്ഷേ വാമ്പയറും തെന്നി നേരെ ടിമ്മിന്റെ ദേഹത്തേക്ക് വീണു. ടിമ്മിനെ അത് കടിക്കാനും ആരംഭിച്ചു. ടിം വല്ലാതെ ഭയന്നിരുന്നു. പക്ഷേ അവന്റെ കണ്ണടയുന്നതിനു മുമ്പ് രണ്ടുപേർ തന്നെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് അവൻ കണ്ടു. ബോധം തെളിഞ്ഞപ്പോൾ അവന് പരിചിതമല്ലാത്ത ഒരിടത്തായിരുന്നു. മാസ്റ്റർ ചോയും ഗ്രാൻഡ്പാ ചുങ്ങും അവിടെ ഇരിക്കുന്നുണ്ട്. അവരാണ് തന്നെ രക്ഷിച്ചതെന്ന് ടിം മനസ്സിലാക്കി. വാമ്പയർ കടി ഏറ്റതാണല്ലോ, ടിമ്മും ഒരു വാമ്പയറായി മാറിയാലോ? മാസ്റ്റർ ചോ തന്റെ സംശയം ഉന്നയിച്ചു. പക്ഷേ ഗ്രാൻഡ്പാ ചുങ് ഇനി അതിന് സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വാമ്പയർ കടിയേറ്റ് അത്രയും സമയം പിന്നിട്ടിട്ടും ടിമ്മിനൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ടിമ്മിന്റെ ശരീരത്തിന് വാമ്പയറിന്റെ കടിയേറ്റാലും വാമ്പയറായി മാറാതിരിക്കാൻ പാകത്തിനുള്ള പ്രതിരോധ ശേഷിയുണ്ടെന്ന് ആ നിമിഷം തെളിയുകയായിരുന്നു. ഇതെങ്ങനെ സാധ്യമാകുന്നുവെന്നതിൽ ടിം വല്ലാതെ ആശയക്കുഴപ്പത്തിലായി. തനിക്കെങ്ങനെ ഈ സ്പെഷ്യൽ പവർ വന്നു? പോകുന്നതിനു മുമ്പ് ഗ്രാൻഡ്പാ ചുങ് അവനൊരു ബിസിനസ് കാർഡ് കൊടുത്തു. അടുത്ത ദിവസം അവിടം സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടു. അവന് വേണ്ട മറുപടികൾ അവിടെ നിന്ന് കിട്ടുമെന്നും അറിയിച്ചു. അടുത്ത ദിവസം ടിം ആ വിലാസത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെത്തുമ്പോ അതൊരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. താനിനി തെറ്റായ സ്ഥലത്താണോ വന്നത് എന്നവന് സംശയം തോന്നി. അവിടുണ്ടായിരുന്ന ഒരു സ്ത്രീയോട് കാർഡ് കാണിച്ച് അവൻ വഴി ചോദിച്ചു. ആ സ്ത്രീ അവനെ VCDയുടെ താവളത്തിലേക്ക് തുറക്കുന്ന ഒരു രഹസ്യ മുറിയിലേക്ക് നയിച്ചു. അകത്തേക്ക് അവൻ കടന്നു ചെന്നു. അകത്തു ചെന്നപ്പോ അവിടെ VCD മെമ്പേഴ്സായ നിരവധി പേരുണ്ട്. മിക്കവരും അല്പം പ്രായം ചെന്നവരാണ്. അവരൊക്കെ അവനെ ആവേശത്തോടെ സ്വീകരിച്ചു. പിന്നാലെ തങ്ങൾ ആരാണെന്നും എന്താണ് പ്രവർത്തിക്കുന്നത് എന്നും VCDയിലെ മെമ്പേഴ്സ് പറഞ്ഞു. ഗ്രാൻഡ്പാ ചുങ് അവനെ ടീമിലേക്ക് ക്ഷണിച്ചെങ്കിലും ടിം അത് നിരസിച്ചു. തന്റെ ശരീരത്തിൽ എങ്ങനെ ഈ പ്രതിരോധശേഷി ലഭിച്ചു? അതുമാത്രമേ തനിക്ക് അറിയേണ്ടതുള്ളൂ എന്നായിരുന്നു ടിം പറഞ്ഞത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഗ്രാൻഡ്പാ ചുങ് അവനെ ഒരു പരിചിതമായ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതൊരു വീടായിരുന്നു. അവിടെത്തിയതും അത് തന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ വീടാണെന്ന് ടിം തിരിച്ചറിഞ്ഞു. പിന്നെയാണ് ഗ്രാൻഡ്പാ ചുങ്ങിന്റെ വിശദീകരണത്തിൽ നിന്ന് അവൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ടിമ്മിന്റെ മാതാപിതാക്കളും VCDയിലെ അംഗങ്ങളായിരുന്നു. വാമ്പേഴ്സിലെ ഏറെ കരുത്തനായ ഒരു ലീഡറുണ്ട്. ലാൻഡ് ലോർഡ് എന്ന് വിളിക്കപ്പെടുന്ന വാമ്പയർ കിങ്. വാമ്പയർ കിങ്ങിനെതിരെ പോരാടാൻ വേണ്ടി ടിമ്മിന്റെ അച്ഛനും അമ്മയും അടക്കം VCDയിലെ സംഘം തന്നെ പോയിരുന്നു. അന്ന് ടിമ്മിന്റെ അച്ഛനായിരുന്നു VCDയുടെ ലീഡർ. പക്ഷെ ആ ആക്രമണത്തിൽ വലിയ തിരിച്ചടി നേരിട്ടു. വാമ്പയർ കിങ് അത്രമേൽ ശക്തിയുള്ള ഒരു വാമ്പയർ ആയിരുന്നു. അവർക്ക് വാമ്പയറിന്റെ കടിയേറ്റു. മരണപ്പെടുന്നതിനു മുമ്പ് അവർ ടിമ്മിന് ജന്മം നൽകി. അങ്ങനെയായിരിക്കാം ടിമ്മിന് ഈ പ്രതിരോധശേഷി ലഭിച്ചത്. അന്ന് ടിം ഒരുപാട് ആലോചിച്ചു. VCDയിലേക്ക് ക്ഷണമുണ്ട്, അവിടെ ജോയിൻ ചെയ്യണോ വേണ്ടയോ? ഒടുവിൽ തന്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് VCDയിലെ അംഗമാകാൻ ടിം അങ്ങ് തീരുമാനിച്ചു. അടുത്ത ദിവസം അവൻ VCDയുടെ ആസ്ഥാനത്തേക്കെത്തി. ഔദ്യോഗികമായി ടീമിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർ സന്തോഷത്തോടെ അവനെ വരവേറ്റു. തനിക്ക് വാമ്പയറിനെതിരെ പോരടിക്കാൻ പരിശീലനം നൽകാൻ ടിം മാസ്റ്റർ ചോയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ചോ അവന്റെ കയ്യിൽ ഒരു ചൂലായിരുന്നു എടുത്തുകൊടുത്തത്. അവിടം ക്ലീൻ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ടിം അതിനെപ്പറ്റി പരാതിപ്പെട്ടപ്പോ മാസ്റ്റർ ചോ കുറച്ചുകൂടി ചവറുകൾ തറയിലേക്ക് ഇട്ടുകൊടുത്തു. അതും കൂടി വൃത്തിയാക്കാൻ പറഞ്ഞു.
ആ സമയം ടിവിയിൽ ഒരു വാർത്ത വരുന്നുണ്ടായിരുന്നു. അപൂർവമായ ഒരു ചുവന്ന ചന്ദ്രനെക്കുറിച്ചുള്ള വാർത്ത, റെഡ് മൂണിനെ കുറിച്ചുള്ള വാർത്ത. VCDയുടെ വിശ്വാസപ്രകാരം അത് വാമ്പയർ രാജാവിന്റെ വരവിന്റെ സൂചനയാണ്. അതേസമയം ദൂരെയുള്ള ഒരു തടാകത്തിന്റെ അടിത്തട്ടിൽ ഒരു ട്രഷർ ഹണ്ടർ മുങ്ങിത്തപ്പുകയായിരുന്നു. അവിടെ നിധിശേഖരമുണ്ട് എന്നൊരു വാർത്ത പ്രചരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുങ്ങിത്തപ്പുന്നതിനിടയിൽ നിഗൂഢമായൊരു ശവപ്പെട്ടി അയാൾ കണ്ടെത്തി. അയാൾ ആ ശവപ്പെട്ടി തുറന്നപ്പോ അതിനുള്ളിൽ നിന്ന് ഒരു കൈ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. അയാൾക്ക് വല്ലാതെ ശ്വാസം മുട്ടി. കടുത്ത മർദ്ദം കാരണം അയാളുടെ കണ്ണുകൾ പോലും പൊട്ടിത്തെറിച്ചു. ആ ശവപ്പെട്ടിക്കുള്ളിലായിരുന്നു വാമ്പയർ കിങ് ഉണ്ടായിരുന്നത്. അയാൾ പുറത്തെത്തി കഴിഞ്ഞു. ഇതേസമയം മറുവശത്ത് VCDയിൽ ടിമ്മിന് പുതിയൊരു ജോലി നൽകപ്പെട്ടിരുന്നു. വാമ്പയറുകൾക്കെതിരെ പ്രയോഗിക്കുന്ന മാന്ത്രിക ലിപികൾ, മന്ത്രങ്ങൾ പകർത്തി എഴുതുകയായിരുന്നു ആ ജോലി. എഴുതാൻ മടി തോന്നിയവൻ സമയം ലാഭിക്കാൻ അവയുടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മിസ് യൂസിൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. VCDയിൽ ഒരു അംഗമാണവർ. തടാകത്തിനടുത്ത് ഒരു വാമ്പയറിനെ കണ്ടതായി റിപ്പോർട്ടുണ്ട് എന്നവർ അറിയിച്ചു. VCD സംഘം ഉടൻ തന്നെ തയ്യാറായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ടിം പകർത്തിയ ലിപികൾ മാസ്റ്റർ ചോ ചോദിച്ചു. പക്ഷേ താനതൊന്നും പകർത്തി എഴുതിയില്ലെന്നും ഫോട്ടോ എടുക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞ് ടിം അതെടുത്ത് കാട്ടി. മാസ്റ്റർ ചോ കഥ കേട്ടതും അക്ഷരാർത്ഥത്തിൽ ദേഷ്യം വന്നിരുന്നു. അവനെ അവിടെ വിട്ട് VCD ടീം മുന്നിലേക്ക് നടന്നു. ടിം അല്പം മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് അബദ്ധത്തിൽ അവന്റെ വോക്കി ടോക്കി അവിടെ തടാകത്തിലേക്ക് വീഴുന്നത്. അതെടുക്കാൻ കുനിയുമ്പോൾ ഒരു കൈ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർന്നു വന്ന് അവനെ പിടികൂടി. ഒരു വാമ്പയറിന്റെ കൈ. പരിഭ്രമിച്ച ടിം ഫോണിലെ ടോർച്ച് വെള്ളത്തിലേക്ക് അടിച്ചു. വാമ്പയറിനെ കണ്ടതും അവൻ വല്ലാതെ പരിഭ്രാന്തിയിലായി. അവന്റെ ഫോൺ താഴേക്ക് വീണിരുന്നു. ആ ഫോൺ വാമ്പയർ വിഴുങ്ങി. ആ ജീവിയാകട്ടെ അവനെ വെള്ളത്തിനിടയിലേക്ക് വലിച്ചിഴച്ച് ചുണ്ടിൽ കടിക്കാനും ആരംഭിച്ചു. പക്ഷേ അത്ഭുതം സംഭവിച്ചു. വാമ്പയറിന്റെ കടിയേറ്റാൽ ടിം ഒരു വാമ്പയറായി മാറണമല്ലോ. പക്ഷേ അതിനു പകരം കടിച്ച ആ വാമ്പയർ സുഖപ്പെടാൻ ആരംഭിച്ചു. അഴുകിയിരുന്ന ആ വാമ്പയറിന്റെ ശരീരം വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെട്ടു. ആ വാമ്പയർ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറുകയായിരുന്നു. ടിമ്മിന് താൻ കണ്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേസമയം മറുവശത്ത് VCDയിലെ മുതിർന്ന മാസ്റ്റർമാർ വാമ്പയർ കിങ്ങിനെ കണ്ടെത്തി പിടികൂടാനുള്ള ശ്രമങ്ങളിലായിരുന്നു. കനത്ത ഏറ്റുമുട്ടൽ നടന്നു. പക്ഷെ അവരുടെ പദ്ധതി പരാജയപ്പെടുകയും വാമ്പയർ കിങ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ടിമ്മിന്റെ നിലവിളി കേട്ട് അവർ പിന്നാലെ തടാകത്തിനടുത്തേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും രൂപം മാറിയ വാമ്പയർ പെൺകുട്ടി വെള്ളത്തിൽ നിന്ന് ഉയർന്ന് ടിമ്മിന്റെ അടുത്തേക്ക് പതിയെ നടന്നെടുക്കുകയായിരുന്നു. പിന്നാലെ VCD ആ വാമ്പയറിനെ പിടികൂടി. അവർ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്കെത്തിയ ശാസ്ത്രജ്ഞനായ ചുവ്വിനെ മാസ്റ്റർ ചോയും ഗ്രാൻഡ് പാ ചുങ്ങും കണ്ടു. വാമ്പയർ രാജാവിനെയും മറ്റും പിടികൂടി പരീക്ഷണങ്ങൾ നടത്തി വാക്സിൻസ് വികസിപ്പിക്കണം എന്നതാണ് ചുവ്വിന്റെ ആഗ്രഹം. VCD ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതാക്കണം എന്നും ചുവ്വിനും അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ആഗ്രഹമുണ്ട്. പക്ഷേ വാമ്പയറുകളെ ദഹിപ്പിക്കണമെന്നും അവരുടെ ആത്മാക്കൾ പുനർജനിക്കണമെന്നുമാണ് VCD എപ്പോഴും നിർബന്ധം പിടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചുവ്വിനെയും പോലീസുകാരെയും സഹായിക്കാൻ അവരെപ്പോഴും വിസമ്മതിക്കുമായിരുന്നു. അവർ അവിടെ നിന്ന് പോന്നു. ശാസ്ത്രജ്ഞർ തടാകത്തിലെത്തി അവിടെ പരിശോധനകൾ നടത്തി. തടാകത്തിനകത്ത് നിന്ന് അവർക്ക് 2 ശവപ്പെട്ടി ലഭിച്ചു. വാമ്പയർ കിങ്ങിന്റെയും ആ പെൺകുട്ടിയുടേതുമാണെന്ന് കരുതപ്പെടുന്ന ശവപ്പെട്ടി. കൂട്ടത്തിൽ ആ പെൺകുട്ടിയുടെ വീണുപോയതെന്ന് കരുതപ്പെടുന്ന ഒരു കോമ്പല്ലും അവരുടെ കയ്യിൽ കിട്ടി. ഇതേസമയം മറുവശത്ത് VCD ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. കണ്ടുകിട്ടിയ വാമ്പയർ പെൺകുട്ടിയുമുണ്ട്. ആ വാമ്പയർ പെൺകുട്ടിയെ ദഹിപ്പിക്കാനുള്ള ചടങ്ങുകൾക്ക് അവർ തുടക്കം കുറിച്ചിരുന്നു. ടിമ്മിനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഏർപ്പാടാക്കിയത്. ആ പെൺകുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ VCD ആസ്ഥാനത്ത് വെച്ച് പരിശോധിക്കപ്പെട്ടു. പരിശോധനയിൽ ആ വാമ്പയർ പെൺകുട്ടിക്ക് 100 വയസ്സോളം പ്രായമുണ്ട് എന്ന കാര്യം അവർ മനസ്സിലാക്കി. ലിങ് എന്നായിരുന്നു അവളുടെ പേര്. പണ്ട് ലാൻഡ് ലോർഡായ വാമ്പയർ കിങ്ങിന് കാണിക്കെന്ന പോലെ ജീവനോടെ അടക്കം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവൾ. അതായത് വാമ്പയർ കിങ്ങിന് വധുവായി സമർപ്പിക്കപ്പെട്ടവൾ. ഉയർത്തെഴുന്നേറ്റ വാമ്പയർ കിങ് വീണ്ടും സമ്മർ എന്ന് വിളിക്കപ്പെടുന്ന ലിങ് എന്ന ആ പെൺകുട്ടിയുമായി ഒത്തുചേർന്നാൽ വാമ്പയർ കിങ്ങിന് വല്ലാത്ത ശക്തി ലഭിക്കും. അങ്ങനെ സംഭവിച്ചാൽ നാശമാവുമുണ്ടാവുക. അതുകൊണ്ട് എത്രയും വേഗം ലിങ്ങിനെ ദഹിപ്പിക്കണം അവർ തീരുമാനിച്ചു. തൊട്ടു പിന്നാലെ മെസ്സിയോ മറ്റൊരു വിവരവുമായിട്ടെത്തി. മറ്റൊരിടത്ത് ഒരു വാമ്പയറിനെ കണ്ടിരിക്കുന്നു. ടീം ഉടനടി തയ്യാറായി അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഇറങ്ങി. ടിമ്മും അവരുടെ കൂടെ പോവാൻ ഇറങ്ങിയെങ്കിലും ഗ്രാൻഡ് പാച്ചുങ് അവനെ തടഞ്ഞു. അവിടെ തുടരാനും ലിങ്ങിനെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാനും ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ ടിം തന്റെ ജോലികൾ തുടർന്നു. ഇതിനിടയിലാണ് അത്ഭുതകരമായ ഒന്ന് നടന്നത്. ജീവൻ
ജീവനില്ലാത്ത ലിങ്ങിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി അടർന്നു വീഴുന്നു. ടിം അത് കാര്യമാക്കാതെ അവളെ ദഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോയി. പക്ഷേ ദഹിപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തി ബാക്കി കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് അവളുടെ വയറിനുള്ളിൽ നിന്ന് ഫോൺ റിംഗ് ചെയ്യുന്നത് അവൻ കേൾക്കുന്നത്. വാമ്പയർ വിഴുങ്ങിയ അവന്റെ ഫോണായിരുന്നു അത്. പരിഭ്രമിച്ച ടിം അത് പുറത്തെടുക്കാൻ ഒരു കത്തി അന്വേഷിച്ചു. അവന്റെ ആ ശ്രമത്തിനും തിരക്കിനുമിടയിൽ ലിങ്ങിനെ അതുവരെ തളച്ചിരുന്ന മന്ത്രം അഴിഞ്ഞു വീണു. അവൾ പെട്ടെന്ന് ആ മയക്കത്തിൽ നിന്നുണർന്നു. അവന്റെ അടുത്തേക്ക് വന്നു. ഭയന്ന ടിം പാർക്കിംഗ് ഏരിയയിലേക്ക് അവിടെ നിന്ന് ഇറങ്ങിയോടി. ടിം ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും ലിങ് അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൾ ഒരു കാറിന് മുകളിൽ കയറിയപ്പോ വല്ലാതെ അലാം മുഴങ്ങാൻ തുടങ്ങി. ടിം അവളെ ശാന്തിയാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ലിങ് എന്ന് പേര് വിളിച്ചപ്പോ അവൾ അനുസരണയോടെ പ്രതികരിക്കാൻ തുടങ്ങി. അത് കണ്ടതും ലിങ്ങിന് അത്ഭുതം തോന്നി. അവൾ ഒരു ഉപദ്രവകാരിയൊന്നുമല്ല. അവൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. മനുഷ്യരുടെ വികാരങ്ങളും അവൾക്കുണ്ടാവുമോ? ടിം സംശയിച്ചു. എന്തായാലും അവളെ സുരക്ഷിതയായി വെക്കാൻ ടിം തീരുമാനിച്ചു. ലിങ്ങിനെ ടിം കൊണ്ടുപോയത് തന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്കായിരുന്നു. അവിടുത്തെ ഒരു അലമാരയിൽ അവളെ ഒളിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അലമാരയുടെ വാതിലടച്ചതും ലിങ് ഭയന്നു വിറച്ചു. വല്ലാതെ ബഹളം കൂട്ടാൻ തുടങ്ങി. പണ്ട് ജീവനോടെ അടക്കം ചെയ്യപ്പെട്ടതിന്റെ ഓർമ്മകൾ അവളെ അപ്പോൾ വേട്ടയാടുകയായിരുന്നു. അവളുടെ വെപ്രാളം കണ്ട് ടിം വേഗം വാതിൽ തുറന്ന് അവളെ പുറത്താക്കി. അവളാകട്ടെ അവന്റെ മേലേക്ക് വന്നു വീണു. ആ നിമിഷം താൻ ഇതുവരെ കണ്ടിട്ടുള്ള വാമ്പയറുകളെ പോലെയല്ല ലിങ് എന്ന ടിമ്മിന് മനസ്സിലായി. അവളെ സംരക്ഷിക്കണമെന്ന് അവൻ അവിടെ വെച്ചങ്ങ് തീരുമാനിച്ചു. പിന്നാലെ വാമ്പയർ ലിങ്ങിന് പഴയ ചൈനീസ് ഓപ്പറയൊക്കെ വെച്ചുകൊടുത്ത് അതിലവളെ അവൻ എൻഗേജ്ഡ് ആക്കി. പിന്നാലെ വാമ്പയറുകളെ പറ്റി റിസർച്ച് ചെയ്യാനും തുടങ്ങി. പഠിക്കാനുള്ള ആ ശ്രമത്തിനിടയിൽ കുറെ കാര്യങ്ങൾ അവൻ മനസ്സിലാക്കി. വാമ്പയറുകളിൽ തന്നെ 2 വിധമുണ്ട്. ഒന്ന് ഡ്രൈ വാമ്പയർ, വല്ലാതെ പവർഫുള്ളായ അക്രമകാരിയായ ഒരു വാമ്പയർ. പിന്നെയുള്ളത് ഹ്യൂമൻ വാമ്പയർ, മനുഷ്യരെ പോലെ കാണപ്പെടുന്ന മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളുള്ള സാധാരണ വാമ്പയർ. ഇതിൽ വാമ്പയർ കിങ് ഡ്രൈ വാമ്പയറും ലിങ് എന്ന സമ്മർ ഒരു ഹ്യൂമൻ വാമ്പയറുമാണ്. പക്ഷേ ഹ്യൂമൻ വാമ്പയർ അങ്ങനൊന്നില്ലെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അടുത്ത ദിവസം ടിം വീണ്ടും VCDയിൽ എത്തി. മാസ്റ്റർ ചോക്കെടുക്കൽ വാമ്പയറുകളോട് പൊരുതാൻ തന്നെ ആയോധനകല പഠിപ്പിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. പതിവ് പോലെ തൂപ്പുകാരന്റെ പണിയെടുക്കാൻ മാസ്റ്റർ ചോ പറഞ്ഞു. പക്ഷെ ഇത്തവണ ടിം അത് വിസമ്മതിച്ചു. തനിക്കിതിന് പറ്റില്ലെന്ന് പറഞ്ഞ് നടന്നു നീങ്ങാൻ തുടങ്ങി. മാസ്റ്റർ ചോ ഒരു ചൂൽ വലിച്ചെറിഞ്ഞ് അതെടുക്കാനായി അവനോട് പറഞ്ഞു. ടിമ്മാകട്ടെ ആദ്യം അത് കാര്യമാക്കിയില്ല. ശേഷം അതെടുക്കാൻ കുനിയുമ്പോൾ മാസ്റ്റർ ചോ പെട്ടെന്ന് അവനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ അത്ഭുതകരമായി ഒരു ആയോധനകലാ മികവുള്ള വ്യക്തിയെപ്പോലെ അതൊക്കെ തടയാൻ ടിമ്മിന് പറ്റുന്നുണ്ടായിരുന്നു. അത് കണ്ടതും മാസ്റ്റർ ചോ അതിൽ ഏറെ ആകൃഷ്ടനായി. പിന്നാലെ അവനെ നീക്കങ്ങൾ പഠിപ്പിച്ചു. കൂട്ടത്തിൽ പ്രത്യേകതരത്തിൽ തയ്യാറാക്കിയ വാൾ ഒളിപ്പിച്ച ഒരുതരം ചൂൽ അവന് സമ്മാനിച്ചു. അന്ന് രാത്രി താമസ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ടിം ഒരു കാഴ്ച കണ്ടു. ടിവിയിലെ സംഗീതത്തിനൊപ്പം ലിങ്ങും സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയാണ്. അപ്പോഴാണ് ടിം ഭക്ഷണം കഴിക്കുന്ന മണം ലിങ്ങിന്റെ മൂക്കിലെത്തിയത്. ലിങ് മണം പിടിച്ച് ടിമ്മിനടുത്തെത്തി. അത് കഴിക്കാനുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിച്ച് കണ്ടതും അവനത് ലിങ്ങിന് കഴിക്കാൻ കൊടുത്തു. അവളാകട്ടെ അതങ്ങ് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. ടിമ്മിന് വല്ലാത്ത അതിശയം തോന്നുന്നുണ്ടായിരുന്നു. ഒരു വാമ്പയർ ഭക്ഷണം കഴിക്കുന്നു. എല്ലാം കൊണ്ടും ടിമ്മിന് അവളോട് കൂടുതൽ അടുപ്പം തോന്നി തുടങ്ങി. ലിങ്ങിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവളുടെ വയറ്റിൽ മൃദുവായി അമർത്തി ഉള്ളിലിരിക്കുന്ന ഫോൺ വഴി അവൻ അവളോട് സംവദിക്കാൻ ശ്രമിച്ചു. ഒരു സമയം അവൾ അവന്റെ തോളിലേക്ക് തലചായ്ച്ചു. പക്ഷെ പെട്ടെന്ന് വൈദ്യുതാഘാതം പോലെ ഒന്നുണ്ടായി. ടിം അവിടെ നിന്ന് ദൂരേക്ക് തട്ടി തെറിപ്പിക്കപ്പെട്ടു. മറ്റൊരിക്കൽ ടിമ്മിന്റെ ഹോവർ ബോർഡ് ലിങ് നോക്കി കണ്ടു. അവൾക്കതിൽ സഞ്ചരിക്കണമെന്ന് തോന്നി. കൈചൂണ്ടി തന്റെ ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചു. ടിം അവളെ സഹായിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത സ്വാതന്ത്ര്യവും സന്തോഷവുമൊക്കെ അവൾ ആ നിമിഷം അനുഭവിക്കുകയായിരുന്നു. പിന്നീട് ടിം അവളുടെ മുടി വെട്ടിക്കൊടുത്തു. പുതിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അതോടെ അവളെ കണ്ടാൽ സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യ സ്ത്രീയായി മാറി. താമസിയാതെ ടിം ലിങ്ങിനെ തന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മുത്തശ്ശി എന്തു ചോദിച്ചാലും ശരിയെന്ന മട്ടിൽ തലയാട്ടിയാൽ മാത്രം മതി എന്നവൻ ലിങ്ങിനോട് പറഞ്ഞു. മുത്തശ്ശി അവരെ അന്ന് സ്നേഹത്തോടെയായിരുന്നു സ്വീകരിച്ചത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ മുത്തശ്ശി ലിങ്ങിനടുക്കൽ നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചു. എല്ലാത്തിനും തലകുലുക്കണം എന്നാണല്ലോ ടിം പറഞ്ഞുകൊടുത്തത്. ലിങ് തലകുലുക്കി. തന്റെ പേരക്കുട്ടിക്ക് ഒരു കാമുകിയെ കിട്ടിയതിൽ മുത്തശ്ശിക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. തൊട്ടുപുറകെ നിങ്ങൾ തമ്മിൽ ഇന്റിമേറ്റ്
റൂംമേറ്റ് ആയിട്ടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോഴും ലിങ് തലകുലുക്കി. ടിമ്മാണെങ്കിൽ ആകെ ചമ്മി അവിടെ ഇരുന്നു. അന്നവിടെ നിന്ന് പോരുമ്പോ തെരുവോരത്ത് ഒരു കച്ചവടക്കാരൻ വിൽക്കുന്ന ഭക്ഷണത്തിൽ ലിങ് താല്പര്യം കാട്ടി. ടിം അവൾക്കായി അത് വാങ്ങിക്കൊടുത്തു. അവനത് അവൾക്ക് വെച്ചു നീട്ടിയപ്പോ അവള് പെട്ടെന്ന് അവന് ചുംബിച്ചു. അക്ഷരാർത്ഥത്തിൽ അവനതിൽ അമ്പരന്നിരുന്നു. തൊട്ടുപിന്നാലെ കൈകോർത്ത് നടന്നു പോകുന്ന ഒരു കപ്പിൾസിനെ ലിങ് നോക്കി നിന്നു. അവരെ കണ്ടപ്പോ ലിങ്ങിന് അസൂയ തോന്നാതിരുന്നില്ല. കാരണം അവൾക്ക് അതുവരേക്കും അത്തരത്തിൽ നടക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് നല്ല രീതിയിൽ നടക്കാൻ അവൾ ശ്രമിക്കാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. പലതവണ അവൾ വീഴുന്നുണ്ടെങ്കിലും ടിം ക്ഷമയോടെ അവളെ സഹായിച്ചു. ഒടുവിൽ അവൾ ശരിക്ക് മനുഷ്യ സ്ത്രീകൾ നടക്കുന്ന പോലെ നടക്കാനും പഠിച്ചു. അടുത്ത ദിവസം VCD ആസ്ഥാനത്ത് ടിമ്മിന് VCDയിലെ മെമ്പറാവാനുള്ള അവസാന പരീക്ഷയായിരുന്നു. പരീക്ഷ എന്തെന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രെയിൻഡായ ഒരു വാമ്പയറെ അവൻ അവിടെ വെച്ച് പരാജയപ്പെടുത്തണം. അതും ലൈവായി. തന്റെ ചൂലായുധം കയ്യിലേന്തി അവൻ പരീക്ഷയ്ക്കിറങ്ങി. എതിരെ വന്ന വാമ്പയറിനെതിരെ അവൻ ശക്തമായി പൊരുതി. ഇതേസമയം മുറിയിലായിരുന്ന ലിങ്ങിന് ടിം ഒരു വാമ്പയറാൽ ആക്രമിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ കിട്ടി. ടിം അപകടത്തിലാവുമെന്ന് ചിന്തിച്ചവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. സൂര്യവെളിച്ചം ദേഹത്തടിച്ചതും അവൾക്ക് പൊള്ളലേക്കാൻ തുടങ്ങി. പക്ഷേ അത് കാര്യമാക്കാതെ തന്റെ പ്രിയപ്പെട്ട ടിമ്മിനെ തേടി അവൾ ഓടിച്ചെന്നുകൊണ്ടിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയതും അവൾ ആ വാമ്പയറിന്റെ മേൽ ചാടി വീണു. ആ വാമ്പയറിനെ ഭീഷണിപ്പെടുത്തി. ടിമ്മാണെങ്കിൽ ആ വാമ്പയറിനെ പരാജയപ്പെടുത്തിയെങ്കിലും അതിനെ കൊല്ലാൻ മനസ്സില്ലാതെ നിൽക്കുകയായിരുന്നു. കാര്യം മനസ്സിലാക്കിയതും മാസ്റ്റർ ചോ മുന്നിട്ടിറങ്ങി തന്റെ വാളുകൊണ്ട് ആ വാമ്പയറിനെ ചാമ്പലാക്കി കളഞ്ഞു. പിന്നാലെ മാസ്റ്റർ ചോ തന്റെ ആയുധം ലിങ്ങിന്റെ നേരെ തിരിച്ചു. ടിം പക്ഷേ അത് തടഞ്ഞു. ആ നിമിഷം തന്നെ വാമ്പയർ കിങ്ങിനെ പറ്റിയൊരു അപായ സൂചന അവർക്ക് ലഭിച്ചു. ഉടനടി അങ്ങോട്ടേക്ക് പുറപ്പെടാൻ അവർ തയ്യാറെടുത്തു. മാസ്റ്റർ ജിഞ്ചർ ഒരു മന്ത്രം പ്രയോഗിച്ച് ലിങ്ങിനെ അവിടെ തളച്ചുവെച്ചു. VCDയിലെ മറ്റു മെമ്പേഴ്സ് വാമ്പയർ കിങ്ങിനെതിരെ പൊരുതാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു. മാസ്റ്റർ ചോ തന്റെ കൂടെ വരാൻ ടിമ്മിനോട് പറഞ്ഞു. ടിം അവിടെ തുടരുകയായിരുന്ന മാസ്റ്റർ ജിഞ്ചറോട് ലിങ്ങിനെ ഉപദ്രവിക്കരുത് എന്നപേക്ഷിച്ചു. ശേഷം മാസ്റ്റർ ചോയുടെ ഉത്തരവ് പ്രകാരം ദൗത്യത്തിനായി പുറപ്പെട്ടു. മാസ്റ്റർ ജിഞ്ചർ മറുവശത്ത് ലിങ്ങിനെ ഒരു പെട്ടിയിലടയ്ക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രയോഗിച്ച മന്ത്രം അവളിൽ ഏറ്റിട്ടേയില്ല. അവൾ വീണ്ടും സ്വതന്ത്രയായിരിക്കുന്നു. മാസ്റ്റർ ജിഞ്ചറിന് അതൊക്കെ കണ്ട് അതിശയം തോന്നി. മാസ്റ്റർ ജിഞ്ചർ പ്രയോഗിച്ച മന്ത്രങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിൽ ഒരു ഡ്രൈ വാമ്പയറിനെ തളയ്ക്കാനുള്ളതായിരുന്നു. ഹ്യൂമൻ വാമ്പയറിൽ അതൊന്നും ഫലിക്കുകയേയില്ല. വണ്ടിയിലേക്ക് കയറാൻ പോവുകയായിരുന്ന മാസ്റ്റർ ചോക്കെടുക്കൽ ചെന്ന് ലിങ്ങിനെ സംരക്ഷിച്ചതിന് ടിം ക്ഷമ ചോദിച്ചു. പക്ഷേ മാസ്റ്റർ ചോയുടെ മുഖത്തെ നിരാശ വളരെയധികം വലുതായിരുന്നു. ടിം എല്ലാ വിശ്വാസപരിധിയും ലംഘിച്ചു എന്ന് വിശ്വസിച്ച അദ്ദേഹം അവനെ VCDയിൽ നിന്ന് പുറത്താക്കി. പിന്നാലെ അവർ അവിടെ നിന്ന് വാമ്പയർ കിങ്ങിനെ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു. ഈ സമയമായിരുന്നു അങ്ങോട്ടേക്ക് ലിങ്ങിന്റെ വിവരമറിഞ്ഞ് ലിങ്ങിനെ പിടികൂടാൻ ശാസ്ത്രജ്ഞരുടെ സംഘം എത്തിച്ചേർന്നത്. തങ്ങൾക്ക് നേരത്തെ ലഭിച്ച കോമ്പൽ ഉപയോഗിച്ച് അവളുടെ ഇടം അവർ കണ്ടെത്തുകയായിരുന്നു. പരീക്ഷണങ്ങൾക്കായി അവർ ലിങ്ങിനെ VCDയുടെ ആസ്ഥാനത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയി. വൈകാതെ ആ വിവരം വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു. ഒരു വാർത്താ റിപ്പോർട്ടിലൂടെ ടിമ്മും ആ വിവരമറിഞ്ഞു. കടുത്ത ദേഷ്യത്തിലും ആശങ്കയിലുമായ ടിം വീട്ടിൽ താൻ സൂക്ഷിച്ചു വെച്ച വാമ്പയറിനെതിരെ പൊരുതുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഓടി. പക്ഷെ അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മുത്തശ്ശി അവന്റെ അച്ഛൻ പണ്ടുപയോഗിച്ചിരുന്ന ഒരു ചൂൽവാൾ അവനായി നൽകി. VCDയുടെ പ്രധാന ആയുധം. ടിം അതും വാങ്ങി അവിടെ നിന്നിറങ്ങി നേരെ ഗവേഷണ കേന്ദ്രത്തിലെത്തി. സുരക്ഷാ വസ്ത്രം ധരിച്ച് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അവൻ ആ ഗവേഷണ കേന്ദ്രത്തിനകത്ത് കടന്നു. ലിങ്ങിനെ നിശബ്ദമായി പുറത്തെത്തിക്കാം എന്നായിരുന്നു അവന്റെ പദ്ധതി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ശാസ്ത്രജ്ഞന് സംശയം തോന്നി. ടിമ്മിനോട് മാസ്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു. സാഹചര്യം വഷളാവാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലിങ് അവിടുണ്ടെന്നറിഞ്ഞ് വാമ്പയർ കിങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. വാമ്പയർ കിങ് അവിടെ നാശം വിതയ്ക്കാൻ ആരംഭിച്ചു. ശാസ്ത്രജ്ഞർ വാമ്പയർ കിങ്ങിനെതിരെ പോരടിച്ചെങ്കിലും പലതരം ആക്രമണങ്ങളും നടത്തിയെങ്കിലും നിസ്സാരമായി അതിനൊക്കെ വാമ്പയർ കിങ് എതിരിടുകയായിരുന്നു. ശാസ്ത്രജ്ഞർ കീഴ്പ്പെടും എന്നൊരു ഘട്ടമെത്തിയപ്പോൾ അങ്ങോട്ടേക്ക് VCD സംഘം വന്നെത്തി. ടിമ്മിനൊപ്പം അവർ പോരാട്ടത്തിൽ ചേർന്നു. അവർ ഒരുമിച്ച് പ്രവർത്തിച്ച് വാമ്പയർ കിങ്ങിനെ കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും വാമ്പയർ കിങ് അതിശക്തനായിരുന്നു. ഒരു മന്ത്രത്തിനോ ആയുധത്തിനോ അവനെ പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പെട്ടെന്നാണ് സൂര്യവെളിച്ചം അങ്ങോട്ടേക്ക് കടന്നെത്തിയത്. ആ സൂര്യവെളിച്ചത്തിൽ വാമ്പയറിന്റെ ചർമ്മം പൊള്ളാൻ തുടങ്ങി. ഗ്രാൻഡ് പാച്ചുങ് പെട്ടെന്നൊരു പദ്ധതി തയ്യാറാക്കി. അവർ വാമ്പയർ കിങ്ങിന്റെ മേൽ ഭാരമേറിയ വല വിരിച്ചു. അവിടെ അടച്ചുവെച്ചിരുന്ന വിരികൾ എടുത്തുമാറ്റി സൂര്യപ്രകാശം ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. നേരെ വാമ്പയർ കിങ്ങിന്റെ ദേഹത്തേക്ക് സൂര്യപ്രകാശം
ആകാശം പതിക്കുന്ന രീതിയിലായിരുന്നു അവർ പ്രവർത്തിച്ചത്. മാസ്റ്റർ ചോ പിന്നാലെ വാമ്പയറുമായി പോരാട്ടം തുടർന്നു. പക്ഷേ മാസ്റ്റർ ചോ വാമ്പയറിന്റെ പിടിയിൽപ്പെട്ടു. വാമ്പയർ മാസ്റ്റർ ചോയെ കടിച്ചു. കയറുകൾ കൂടുതൽ മുറുക്കി വലിക്കാൻ മാസ്റ്റർ ചോ മറ്റുള്ളവരോടപ്പോൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ടിം ആ വാമ്പയറിന്റെ പ്രവൃത്തികളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വാമ്പയറിനെ ആക്രമിക്കാൻ പോയ ടിം വാമ്പയറിന്റെ പിടിയിലകപ്പെട്ടു. വാമ്പയറിനെ മുകളിലേക്ക് മറ്റുള്ളവർ വലിച്ചുയർത്തുമ്പോൾ ടിമ്മും ആ പിടിയിൽപ്പെട്ടിരുന്നു. ടിം അപകടത്തിലാണെന്ന് താഴെ ബന്ദിയായിരുന്ന ലിങ് നോക്കിക്കണ്ടു. ലിങ്ങിനത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനോടകം ലിങ് ടിമ്മിനെ പ്രണയിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ ഉള്ളിലെ ശക്തി ഉപയോഗിച്ച് തന്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിതയായ ലിങ് ടിമ്മിന് നേരെ പറന്നടുത്തു. ടിമ്മിനെ ഒരു കവചമായി നിന്ന് അവൾ ടിമ്മിനെ സംരക്ഷിച്ചു. പിന്നാലെ തന്റെ ശേഷിക്കുന്ന ശക്തിയെല്ലാം ഉപയോഗിച്ച് വാമ്പയർ കിങ്ങിനെ സൂര്യപ്രകാശത്തിന്റെ കഠിനമായ ചൂടിൽ അവൾ പിടിച്ചുവെച്ചു. ആ പരിശ്രമം അവളെയും അപകടത്തിലാക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ പിടിവിടാൻ അവൾ തയ്യാറായിരുന്നില്ല. പതുക്കെ പതുക്കെ സൂര്യന്റെ ചൂടേറ്റ് വെയിലേറ്റ് വാമ്പയർ കിങ് കത്തിയമർന്നില്ലാതായി. ലിങ് താഴേക്ക് പതിച്ചു. ടിമ്മെത്തി അവളെ താങ്ങിപ്പിടിച്ചു. പക്ഷേ കനത്ത വെയിലുകൊണ്ട് അവളുടെ ശരീരവും ഇല്ലാതാവാൻ തുടങ്ങിയിരുന്നു. അവളെ നഷ്ടപ്പെടാതിരിക്കാൻ ടിം അവളെ ചേർത്ത് പിടിച്ചു. തന്നെ കടിക്കാനും അവിടെ നിലനിൽക്കാനും ടിം അവളോട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ലിങ് അതിന് തയ്യാറായില്ല. ടിമ്മിനെ സംരക്ഷിക്കലായിരുന്നു അവളുടെ ലക്ഷ്യം. അവന്റെ കയ്യിൽ കിടന്ന് അവൾ അപ്രത്യക്ഷമായി. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന അവന്റെ ഫോൺ മാത്രം അവിടെ അവശേഷിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ടിമ്മിന്റെ രക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിൻ മൂലം മാസ്റ്റർ ചോ വാമ്പയർ ആവുന്നത് ശാസ്ത്രജ്ഞരൊക്കെ ചേർന്ന് തടഞ്ഞു. ടിം VCDയിൽ റാങ്കുകൾ ഉയർന്ന് അവിടുത്തെ ഒരു പ്രധാന ക്യാപ്റ്റനായി മാറി. VCDയിലേക്ക് പുതിയ മെമ്പേഴ്സിനെയും അവർ റിക്രൂട്ട് ചെയ്തിരുന്നു. ഒരു ദിവസം ടിം പുതിയ ട്രെയിനികളെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ അത്ഭുതകരമായ ഒന്ന് ശ്രദ്ധിച്ചു. ലിങ്ങിന്റെ അതേ മുഖമുള്ള ഒരു പെൺകുട്ടി. തന്റെ പേര് ഡോങ് ടിയാൻ എന്നാണെന്ന് അവൾ പരിചയപ്പെടുത്തി. അതിന്റെ അർത്ഥം വിന്റർ എന്നാണ്. സമ്മർ എന്നർത്ഥം വരുന്ന ലിങ്ങിന്റെ പേരിൽ നിന്ന് തികച്ചും വ്യത്യസ്തം. പക്ഷേ അവരിരുവരും കാണാൻ തികച്ചും ഒരുപോലിരിക്കുന്നു. ഒരുപക്ഷെ ലിങ്ങിന്റെ പുനർജന്മമാണോ അവൾ? ടിമ്മിന്റെ ഉള്ളിൽ തോന്നി. അവർക്കായി ടിം തന്റെ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.